നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. അതിഥികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം പ്രധാന വാർത്തകൾ. നന്ദിലത് ജി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 റെനോ ക്വിഡ് കാറുകളും സ്വന്തമാക്കൂ. സ്വാശ്രയ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ സമരം തുടരുന്നു. രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. സമരം ശക്തമാക്കാൻ UDF പാർലമെന്ററി പാർട്ടി തീരുമാനം. UDF അടിയന്തര യോഗം തിരുവനന്തപുരത്ത്. PV അൻവർ MLAയുടെ പാർക്കിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന്. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇന്ന്. തനിക്കെതിരെ തെളിവില്ലെന്ന് ദിലീപിന്റെ വാദം. പൾസർ സുനിയുടെ മൊഴിയെ ആശ്രയിച്ച് മാത്രം പോലീസ് മുന്നോട്ടു പോകുന്നു. ഹൈക്കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പളനിസ്വാമിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച ദിനകരപക്ഷം. 19 MLAമാർ ഗവർണറെ കണ്ടു. വിശ്വാസ വോട്ട് തേടണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സ്റ്റാലിന്റെ കത്ത്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റി. 40 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ PV സിന്ധു പ്രീ ക്വാർട്ടറിൽ. ദക്ഷിണ കൊറിയയുടെ കിം ഹോ മിന്നിനെ കീഴ്പ്പെടുത്തി. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ സായ് പ്രണീതും ജയം. മലയാളത്തിന്റെ മനസ്സ് കീഴടക്കി നിറപുഞ്ചിരി എന്ന സംഗീത ആൽബം. മാവേലി എക്സ്പ്രസ് പ്രൊഡക്ഷന്റെ ബാനറിൽ കിരൺ രാഘവനും ബിപിൻ ഗോപിനാഥും ചേർന്നാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് സംഗീത വിരുന്നൊരുക്കുകയാണ് നിറപുഞ്ചിരി എന്ന സംഗീത ആൽബത്തിലൂടെ ഇൻഫോസിസിലെ ഒരു പറ്റം ചെറുപ്പക്കാർ. ആഗസ്റ്റ് 18-ന് ചലച്ചിത്ര താരം ഇന്ദ്രജിത്ത് പ്രകാശനം ചെയ്ത ആൽബം ഇതിനോടകം യൂട്യൂബിൽ മാത്രം 75,000 പേരാണ് കണ്ടുകഴിഞ്ഞത്. നിറവാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും. 5 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഗാനത്തിന്റെ ആശയം ശ്രീജിത്ത് വള്ളത്തോളിന്റേതാണ്. അനൂപ് ബാലചന്ദ്രൻ ഈണം നൽകിയ ആൽബത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിനീത് വിജയനാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ കാലത്ത് സമയം എന്ന് പറയുന്നത് തിരിച്ചു കിട്ടാത്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ വളരെയധികം തിരക്കുള്ളവർക്ക് ആഘോഷങ്ങളെല്ലാം അവർക്ക് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു കാലമാണുള്ളത്. ആ തിരക്കിനിടയിലും ഓണാഘോഷത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ചെറുപ്പക്കാരുടെ കഥ പറയുന്ന ഒരു ആൽബമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിലെ സംവിധായകരിൽ ഒരാളായ ബിപിൻ ഗോപിനാഥും സംഗീത സംവിധായകൻ അനൂപ് ബാലചന്ദ്രനുമാണ് നമ്മളോടൊപ്പം മോർണിംഗ് റിപ്പോർട്ടിലുള്ളത്. സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സംവിധായകനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ ഒരു തീമിലേക്ക് വരാൻ കാരണം? ഓണാഘോഷം, ചെറുപ്പക്കാരുടെ ഓണാഘോഷം, ഈ തിരക്കുള്ള കാലയളവിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഓണം ആഘോഷിക്കാൻ സമയം കണ്ടെത്തുന്നവർ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഞങ്ങളെല്ലാവരും ഇൻഫോസിസ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇൻഫോസിസിൽ എല്ലാ വർഷവും ഓണം ടൈമിൽ ഒരു ഉത്സവം എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഇയറിൽ ഈ പറഞ്ഞ ഉത്സവം എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഓണപ്പാട്ട് കോമ്പറ്റീഷനാണ് ശരിക്കും ഈ ഒരു സോങ് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത്. അപ്പം കിരണും അനൂപും ചേർന്നാണ് അന്നത് പ്രിപ്പയർ ചെയ്തു. അത് ഞങ്ങളവിടെ ഉത്സവത്തിൻ്റെ ആ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് അവതരിപ്പിച്ചു. പക്ഷേ ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആ ഒരു സോങ്ങിന് ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ അത് കുറച്ചുകൂടി ആളുകളിൽ എത്തിക്കണം എന്ന് ഞങ്ങൾക്കൊരു തോട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മെയ് ജൂൺ മാസത്തിലൊക്കെയാണ് ശരിക്കും ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീൻ പ്ലേ എഴുതിയ ആളാണ് ശരിക്കും ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ദിവസം അയച്ചു തന്നു. ഓക്കെ, നിറപുഞ്ചിരി എന്ന് പറഞ്ഞ പേരിൽ ഈ ഒരു പ്രോഗ്രാം നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്യണം എന്നും പറഞ്ഞ്. അപ്പോൾ അന്നാണ് ശരിക്കും ഇതൊരു ആൽബം ആക്കി പുറത്തിറക്കണം എന്ന് പറഞ്ഞ തോട്ട് നമ്മുടെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം അനൂപും എല്ലാവരും കൂടെ മ്യൂസിക്കിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ പ്രൊഫഷണലായിട്ട് തന്നെ പോകാൻ ഓർത്തു.
അപ്പം പ്രൊഫഷണലായിട്ട് പാടുന്ന സഞ്ജയ് എന്ന് പറഞ്ഞൊരു സിംഗറെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ശരണ്യ, സ്നേഹ എന്ന് പറഞ്ഞ രണ്ടുപേരും. ശരണ്യ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, സ്നേഹ ഇൻഫോസിലുണ്ടായിരുന്നു, ഇപ്പം വേറൊരു കമ്പനിയിലാണ്. അപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ആദ്യം ഒരു സോങ് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം സോങ് ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വിഷ്വലൈസും കൂടെ ചെയ്യണമെന്ന് ഞങ്ങളുടെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നിറപുഞ്ചിരി എന്ന് പറയുന്ന ഒരു വീഡിയോ ആൽബത്തിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നത്. കൂടാതെ പറയുകയാണെങ്കിൽ നിറപുഞ്ചിരി എന്ന ആൽബത്തിന്റെ പ്രത്യേകത ഒരു മെലഡി സോങ് ആണ്. അപ്പം ഇപ്പോൾ നമ്മളോടൊപ്പം ഈണമിട്ട അനൂപ് ബാലചന്ദ്രൻ കൂടി ഒപ്പം ചേരുകയാണ്. അപ്പോൾ അനൂപിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു മെലഡി ഗാനത്തിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു ഈ ഗാനത്തിന്റെ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ? അതുപോലെ തന്നെ ഇൻഫോസിസിലെ ആൾക്കാരല്ല ഇത് പാടിയിരിക്കുന്നത് മാത്രം പുറത്തു നിന്നുള്ളവരാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനൊക്കെ? ബിപിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഓണപ്പാട്ടായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഇത് കൺസീവ് ചെയ്തപ്പോൾ തന്നെ ഇതൊരു ഓണപ്പാട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓണപ്പാട്ട് നോക്കുകയാണെങ്കിൽ കുറേ മെലഡി, കുറേ ഹാർമണി ഉണ്ടാവും, പിന്നെ കുറച്ചൊരു കർണാട്ടിക് ബേസ്ഡ് ആയിരിക്കും. ആസ് ഇൻ കുറച്ച് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട് നമ്മളുടെ ഓണം എന്നുള്ള ആ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു രാഗ ബേസ്ഡ് ആയിട്ട് കുറച്ച് മെലോഡിക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കിരൺ എനിക്ക് എഴുതി തന്ന വരികളും ഭയങ്കര ഭംഗിയുള്ളതാണ്. നമ്മൾ ആ ലിറിക്സ് നോക്കിയാൽ എല്ലാം ഓണത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു 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 സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് എല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള ലിറിക്സാണ് കിരൺ എഴുതിയത്. അപ്പോൾ പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കൊരു സ്ലൈറ്റ്ലി ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ടൈപ്പ് ഓഫ് ഇപ്പോൾ ഒരേ ഒരു കോമ്പസിഷൻ അങ്ങനെ മുഴുവൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു മൊണോട്ടണസ് ആവും, റെപ്പിറ്റേറ്റീവ് ആവും എന്നുള്ളത് കൊണ്ട് വൈ നോട്ട് ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ പ്രോഗ്രഷനായിട്ട് കുറച്ച് രാഗമാലികയായിട്ട് ചെയ്താലോ എന്നിങ്ങനെ വെറുതെ ഒരു ആലോചന തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഒരു 3 രാഗങ്ങളുടെ ഒരു കോമ്പസിഷനായിട്ട് നാട്ട, രീതി ഗൗള ആൻഡ് ഹംസനാഥം ഇങ്ങനെ 3 രാഗങ്ങളുടെ ഒരു മെഡ്ലി ആയിട്ട് ചെയ്തത്. പിന്നെ ചോദിച്ചതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും ഇതിലൊരു ഇൻറ്റൻ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇൻ ഹൗസ് ടാലൻസ് നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പം പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്. അപ്പം ഒബ്വിയസ്ലി അവർ പാടുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമ്മളുടെ ഇടയിലും അത്രയും മോശമില്ലാത്ത ടാലൻസ് ഉണ്ട്. സോ ഹൗ ക്യാൻ വി ബ്രിങ് ദം ഔട്ട്, അവർക്കൊരു എക്സ്പോഷർ എങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു അജണ്ടയും കൂടി നമുക്ക് ഉണ്ടായിരുന്നു. കാരണം ആസ് ബിപിൻ സെഡ് നമ്മളെല്ലാം ഒരു ടീമിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ അവരിലുള്ള ടാലൻസ് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തോട്ടിലൂടെയാണ് ഈ 3 സിംഗേഴ്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. സഞ്ജയ് അഗൈൻ ഒരു ബിപിൻ പറഞ്ഞ മാതിരി ഒരു എക്സ് ഇൻഫോസിസ് എംപ്ലോയി ആണ് സഞ്ജയും. അപ്പം സഞ്ജയ് ഇപ്പോൾ മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം സഞ്ജയുടെ പാട്ട് ഞങ്ങൾ കുറച്ച് നാളായിട്ട് കേട്ടിട്ടുണ്ട് സൗണ്ട് ക്ലൗഡിലൊക്കെ. അപ്പോൾ സഞ്ജയുടെ ഡെഫിനറ്റ്ലി സഞ്ജയ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ശരണ്യാണെങ്കിലും സ്നേഹയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം സ്റ്റേജിൽ ഓണപ്പാട്ടായിട്ട് പാടിയ ആൾക്കാരാണ്. സോ ദേ വർ ഓട്ടോമാറ്റിക് ചോയ്സസ്. കൂടാതെ ഒരു IT കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ ആൽബം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞാലും ഈ ആഘോഷങ്ങളൊന്നും ആഘോഷിക്കാൻ സമയം കിട്ടാത്ത ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം ഇത് റിയൽ ലൈഫുമായി ബന്ധപ്പെട്ടാണോ ശരിക്കും ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ റിയൽ ലൈഫുമായി ഇതിന് ബന്ധമുണ്ടോ? വളരെയധികം. കാരണം ഒന്നാമത് ബിപിൻ പറഞ്ഞതുമാതിരി നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ കാണാത്ത തരത്തിൽ എനിക്കറിയില്ല ഇൻഫോസിസിന് പുറത്തുള്ളവർക്ക് അത് മനസ്സിലാവും എന്നുള്ളത്. അതും ഇൻഫോസിസിൽ തന്നെ ട്രിവാൻഡ്രം ഇൻഫോസിസിന് മാത്രമുള്ളൊരു സവിശേഷതയാണ് ഈ ഉത്സവ് എന്ന് പറയുന്നത്. അത് ശരിക്കും കണ്ടു തന്നെ അറിയണം. ഇറ്റ് ഇസ് ഓൺ എ ലാർജ് സ്കെയിൽ. നമ്മൾ ഈ എക്സ്ട്രാവഗൻസ എന്നുള്ളൊരു വാക്ക് ലൂസ്ലി പലപ്പോഴും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഉത്സവിന് അത് ഇറ്റ്സ് വെരി മച്ച് ആപ്ലിക്കബിൾ. ഇറ്റ് ഇസ് ലൈക്ക് 2 weeks ലോങ്. ഭയങ്കര ആഘോഷമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉത്സവം നടത്താറ്. സോ ആ ഒരു സെൻസിൽ നമുക്ക് സമയമില്ലാത്തപ്പോൾ കൂടിയും നമ്മൾ പല തിരക്കുകളും മാറ്റിവെച്ച് എക്സ്ട്രാ വീക്കെൻഡ്സ് ഒക്കെ ഇരുന്നിട്ടൊക്കെ ആണ് ഈ ഉത്സവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ചോദിച്ചത് മാതിരി തന്നെ നമ്മളിപ്പോൾ ഞങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹെഡ്സ് നമ്മൾ 3 പേര് പറയുന്നത് ശ്രീജിത്ത് വള്ളത്തോൾ, റസീൻ ആൻഡ് മിഥുൻ. അതിൽ ശ്രീജിത്ത് ലണ്ടനിലാണ്, ഇപ്പോൾ റസീനും മിഥുനും US-ലാണ്. അപ്പം ഞങ്ങളുടെ ഒരു സെൻസ് എന്ന് വെച്ചാൽ രാത്രി ഹാങ് ഔട്ട് കോളും വാട്സാപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രിപ്റ്റ് കൈമാറിയതും ഞങ്ങളുടെ ട്യൂൺസ് ഒക്കെ ഞങ്ങൾ അവരെ കേൾപ്പിച്ചു കൊടുത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡിസ്കഷൻസ് എല്ലാം ഈ ഇൻ്റർനെറ്റ് എന്നുള്ള മാധ്യമത്തിലും പലതരം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുമായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ അവരടുത്തില്ലെങ്കിൽ കൂടിയും ഇപ്പം നമ്മളൊക്കെ ഓൺസൈറ്റ് ഒക്കെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെയുള്ളപ്പോൾ തന്നെ നമുക്കൊരിക്കലും നാട്ടിലോട്ടൊന്നും എല്ലാ ഓണത്തിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പലപ്പോഴും ഓണം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ ചെന്ന് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫ്ലേവർ, കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പല ഓണങ്ങളും ഞങ്ങൾ കൂട്ടുകാരുടെ കൂടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഒരു ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം, വർക്ക് തുടങ്ങിയതിന് ശേഷം. സോ
ആ ഒരു സെൻസിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഫ്ലേവർ ബ്രിങ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ വീഡിയോയിൽ നോക്കുകയാണെങ്കിലും ഇറ്റ്സ് നോട്ട് അബൌട്ട് പീപ്പിൾ സെലിബ്രേറ്റിംഗ് ഓണം വിത്ത് ദ ഫാമിലീസ്, മറിച്ച് ഒത്തുചേരാൻ പറ്റാത്ത തിരക്കുകൾ കാരണമായിരിക്കാം, പക്ഷെ എന്നാലും ഒത്തുചേരാൻ പറ്റാത്ത കുറേ ഫ്രണ്ട്സ് ഒത്തുകൂടുന്നു. അതിൽ തന്നെ വിട്ടു നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെയും കൂടെ നമ്മൾ ആ ഒരു ബിക്കോസ് ഓഫ് ദ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ കൂട്ടായ്മ കൊണ്ട് അവരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ആ വീഡിയോയിലും കാണിച്ചിരിക്കുന്നത്. സോ എസെൻഷ്യലി ആസ് യു സെഡ് ഒരു സെലിബ്രേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഓണം. ആഗസ്റ്റ് 17 റിലീസ് ചെയ്ത ഈ നിറപുഞ്ചിരി എന്ന ആൽബം ഇപ്പോൾ 70,000-ത്തിലധികം ആൾക്കാരാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓണാഘോഷം പ്രമേയമാക്കിയുള്ള നിറപുഞ്ചിരി എന്ന ആൽബത്തിന്റെ സംവിധായകനും സംഗീത സംവിധായകനുമാണ് നമ്മളോടൊപ്പം കൂടെയുള്ളത്. ഇപ്പോൾ ബിപിൻ ഗോപിനാഥിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആൽബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൃഹാതുരത ഉണർത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഇല്ലമുണ്ട്, ഒരു കുളമുണ്ട്, ഇതൊക്കെ നമുക്ക് പഴയ ഓർമ്മകളിലേക്കെല്ലാം കൊണ്ടുപോകുന്നതാണ്. എങ്ങനെയായിരുന്നു ലൊക്കേഷൻസ് ഒക്കെ തപ്പിയെടുത്തത്? എങ്ങനെ കണ്ടെത്തി ഈ ലൊക്കേഷനുള്ള സ്ഥലങ്ങളൊക്കെ? ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹം വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി, ആ ഒരു ഫീലുള്ള ഒരു ലൊക്കേഷൻ വേണമെന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തിരുവനന്തപുരം ഏരിയയിലൊക്കെ ഞങ്ങൾ ഒരുപാട് നോക്കിയായിരുന്നു. അപ്പം റിസോർട്ടുകളായാലും, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്ലേസ് നമുക്ക് ഒരിടത്തും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പാലായിൽ നിന്നാണ്, കോട്ടയം. അപ്പം ഇത് പാലാ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. പാലായിൽ ഇപ്പം ശരിക്കും ഇതൊരു 8 കെട്ടാണ്. അപ്പോൾ 8 കെട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ വിരളമായിട്ട് മാത്രമുള്ളൊരു സംഗതിയാണ്. അപ്പം ഈ ഒരു 8 കെട്ട് കറക്റ്റ് സമയത്ത് നമുക്ക് ഭാഗ്യത്തിന് ഞങ്ങളുടെ 8 കെട്ടിൻ്റെ അവൈലബിലിറ്റി കിട്ടി. അപ്പം ആ ഒരു 8 കെട്ടിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കുളം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെക്കാളും എല്ലാം ഒരു 10 മടങ്ങ് മുകളിൽ തന്നെയുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യണം എന്നും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ സാധാരണ കാണുന്നതിൽ നിന്നൊക്കെ ഒന്ന് മാറി എല്ലാവർക്കും തിരക്കാണ് ശരിക്കും. എല്ലാവരും എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് കഴിയുമ്പം അത് ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. എല്ലാവർക്കും ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഒത്തൊരുമ, ഇങ്ങനെ ഒരു ഫീല് മനസ്സിൽ തോന്നണം എന്ന് ഞങ്ങളുടെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു. കൂടാതെ പറയുകയാണെങ്കിൽ അനൂപ് ബാലചന്ദ്രൻ ഒരു ഗായകൻ കൂടിയാണ്, സംഗീത സംവിധായകനും അതിലൊരു ഉപരി ഒരു ഗായകൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു 2 വരി പാടിത്തരാം. അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു വളരെ മോശം ഗായകനാണ്. ഗായകനല്ല, ആക്ച്വലി ഞാനൊരു വയലിനിസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, പാട്ടിൻ്റെ ഫീല് വരാനുള്ള ഏക റീസൺ സഞ്ജയുടെയും ശരണ്യയുടെയും സ്നേഹയുടെയും ശബ്ദവും അവരുടെ ഒരു കേപ്പബിലിറ്റി ഇൻ സിംഗിങ് ആണ്. അതിപ്പോൾ ഞാൻ പാടിയാൽ വളരെയധികം മോശമാകുക, പാട്ടിനോട് ഒട്ടും ജസ്റ്റിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നിർബന്ധമാണെങ്കിൽ മാത്രം 2 വരി മൂളാം. പാടിക്കോളൂ. ഓക്കെ. പൊൻവെയിൽ നൂലാൽ നെയ്തിടും നാടാണെൻ്റെ, കോടിയൊടുക്കാനൊരുങ്ങും നെൽക്കതിരിൻ നിറനാട്, പൂന്തെന്നലേറി പൂമണം മുറ്റത്താകെ ഓതുന്നു മന്നൻ വരവായി. അങ്ങനെ മോശം ഗായകനാണെന്നൊന്നും പാട്ട് കേട്ടാൽ നമുക്ക് തോന്നില്ല അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് സംവിധായകനിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ആണ്. ഒരു ആൽബം ബിഗ് ബഡ്ജറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, ഒത്തിരി പേര് ചെയ്യുന്ന കാര്യമില്ല. വളരെ മുതൽ മുടക്കി ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കാറ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മുതൽ മുടക്കി ഇത്രയും ഇൻഫോസിസിലെ ജീവനക്കാരായതുകൊണ്ടാണോ ക്യാഷ് നമുക്കൊണ്ട് ചെയ്യാം, ഇത്രയും ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്കിത് തിരിച്ചു പിടിക്കാൻ സാധിക്കും? എന്താണ് ബിഗ് ബഡ്ജറ്റിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള കാരണം? ഒരിക്കലുമല്ല, ഇത് നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഇൻഫോസിസിൻ്റേതായിട്ടുള്ളതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് പുറത്തു വന്ന് കാണണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു ശരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി, അതിപ്പം നേരത്തെ പറഞ്ഞ US നമ്മുടെ ആളുകളുണ്ട്, UK ഉണ്ട്, ശ്രീജിത്ത് വള്ളത്തോൾ, മിഥുൻ, അതുപോലെ റസീനുണ്ട്. പിന്നെ ഇവിടെ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ശരൺ മോഹൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ DOP ചെയ്ത വിനീതുണ്ട്, കിരൺ രാഘവൻ, അനൂപ്, ഞാൻ, ദീപു. ഞങ്ങൾ ഒരുപാട് പേരുടെ എല്ലാവരുടെയും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ പുറത്തു നിന്നുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല. കാരണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു.
ഇതൊന്ന് പുറത്തിറക്കുക. ഇത് ഞങ്ങൾക്ക് ആ പാട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുള്ള വിഷ്വൽസും കൂടെ കൂട്ടി ഈ ഒരു ഓണത്തിന് അത് പുറത്തുള്ള ഒരു ലോകത്തും കൂടെ എത്തിച്ച് കാണുക എന്നുള്ള ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിനുവേണ്ടിയുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഇൻഫോസിസ് ജീവനക്കാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ നിറപുഞ്ചിരി എന്ന് പറഞ്ഞ ആൽബം. അപ്പോൾ നമുക്ക് ആ ആൽബം കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സഗനി സ പനി മപ ഗമ പനി പമഗ സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവാം കതിരോണം. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്. തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായോടനിലാവ്. വള്ളം കളിയായി പൊന്നോണപ്പാട്ടുമായി അത്തം പത്താകും നാൾ പൂത്തിരുനാള്. പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമ പനി പമഗ സനി സഗമപ. നൂലാൽ നെയ്തിടും നാടാണെൻ്റെ കോടിയുടുക്കാനൊരുങ്ങും നെൽക്കതിരിൻ നിറനാട്. പൂത്തെന്നലേറി പൂമണം മുറ്റത്താകെ ഓതുന്നു മന്നൻ വരവായി. ഓലക്കുടയും ചൂടി തിരുവോണക്കാഴ്ചയുമായി ആമ്പൽ കുളങ്ങൾ തോറും പൂക്കുന്നൊരു പുണ്യനിലാവ്. നേരുന്നു മനസ്സാകെ സ്നേഹം നിലകൊള്ളും നാട്. പൂന്തെന്നലേറി പൂമണം മുറ്റത്താകെ ഓതുന്നു മന്നൻ വരവായി. ഒന്നായെന്നും കൂടുന്നൊരു നാടിന്റെ ഉശിരാണിയോണം നാള്. വഞ്ചിപ്പാട്ടിടത്തിൽ തുഴയുന്നൊരു ചുണ്ടന്റെ താളത്തിൽ പാടും നാട്. ആയാതുള്ളിൽ തെളിയുന്നൊരു നാടിന്റെ മണമാണിയോണം നാട്. മറയാതൊരു കോണിൽ നിറമാടുന്നൊരു മധുവായി ഉണരും പുതുനാളോട്. വരമായി അടിയും നിറവായി തെളിയും ആഘോഷം മാർപ്പു വിളിച്ചെമ്മാനം നിറയുമ്പോൾ ആവേശം അലതല്ലും നാള്. കൃഷ്ണപ്പൂപ്പാറകളും ചെത്തിപ്പൂത്താലികളും കമ്പവലി കമ്പവുമായി നിറയും നാട്. മതമില്ലാതെ മറയില്ലാതെ ഒന്നായി നാം ഒത്തുചേരും
ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു കുറവിൻ ദിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപറയും നിറദീപവും കനവിൽ. ഓണാഘോഷത്തിന് വേണ്ട എല്ലാ കൂട്ടുകളും ചേർന്ന ഒരു ആൽബമാണിത്. കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 ക്യാമറകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അസലായിട്ട് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഇൻഫോസിസിലെ ജീവനക്കാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. എങ്ങനെയായിരുന്നു, എത്ര ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്? ക്യാമറ ചെയ്തതും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇൻഫോസിസ് എംപ്ലോയിയാണ്. വിനീത് വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇൻഫോസിസിലെ തന്നെ ഒരു ഫേമസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ സംരംഭമാണിത്. അപ്പം വിഷ്വൽസും ഒക്കെ അദ്ദേഹം അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ രണ്ടുപേർക്കും ഓണം ഇപ്പോൾ അടുത്തു വരാറായി. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് ആൽബത്തിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ഈ വിഷ്വൽസ് കാണുന്നത് പോലെ തന്നെ ഇത് ഓണത്തെക്കുറിച്ച് ഒരു ടീമിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഗെറ്റ് ടുഗദറിൻ്റെ ഒരു കഥയാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾ പോയാൽ തന്നെ മനസ്സിലാകും. ഇതിൽ മെയിനായിട്ട് പറഞ്ഞേക്കുന്ന ഈ ബൈക്കിൽ വരുന്നയാൾ, ഈ ഒരു പാട്ടിൻ്റെ അവസാനവും ഇതിൻ്റെ അവസാനം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അവസാനം ഒരു സീനുണ്ട് പാട്ടിന് ശേഷം. ആ ഒരു സീൻ എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരു മെമ്മറി റീകളക്ട് ചെയ്യുന്ന ഒരു സീക്വൻസാണ് അവസാനമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ഒരുപാട് തിരക്കുകളും ഒക്കെയുള്ള ആളുകളാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ജസ്റ്റ് വർഷത്തിൽ ഒന്ന് മാത്രം വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഓണം ഒരുപാട് മോഡേണൊക്കെ ആയി മാറി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ഓണത്തിൻ്റെ ആ ഒരു 1-2 ദിവസങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരോടും നമ്മുടെ ഫാമിലിയോടും ഒക്കെ ഒത്തുചേർന്നിട്ട് എടുക്കുന്ന ഒരു സ്നാപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ, അതെന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഓർത്തിരിക്കാനും ഓർത്തൊരു ചെറിയൊരു സ്മൈല് കൊണ്ടുവരാൻ അതിന് സാധിക്കുമെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. അപ്പോൾ ഇൻഫോസിസിന്റെ കൂട്ടായ്മയിൽ നിന്ന് ഇനിയും നമുക്ക് ആൽബങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ഇനി അനൂപിന് എന്താണ് പറയാനുള്ളത്? പറഞ്ഞത് തന്നെയാണ്. ഇതൊരു ഓണക്കൂട്ടായ്മയാണ്. കൂട്ടുകാർ ഒത്തുചേരുന്ന ഓണം അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അറ്റ്ലീസ്റ്റ് ഇത് ബ്രിങ് ഔട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾക്ക് സമയമുണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു കുറേ അപ്രീസിയേഷൻ ഞങ്ങൾക്ക് വന്നതിൽ പലരും പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഓക്കെ പാട്ട് കൊള്ളാം, വീഡിയോ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളുടെ കളീജിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ഇതിനിടയിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്തു തീർക്കാൻ സാധിച്ചു, ഇതിന് സമയം കണ്ടെത്തിയതിലാണ് പലരും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തത്. ഈ ഒരു ചിന്ത ഇപ്പം ഞങ്ങളുടെയൊക്കെ ക്യാമ്പസിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ബട്ട് ദെൻ ടു റിയലൈസ് ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ഡൂയിങ്. അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അത് കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് ബിപിൻ പറഞ്ഞത് മാതിരി. അപ്പോൾ അതിലൊരു വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇതുവരെ നമുക്ക് കുറേ ഓണപ്പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇനി നാളെ ഒരു ഓണപ്പാട്ടിന് ആരെങ്കിലും എപ്പോഴെങ്കിലും തപ്പുമ്പോൾ ഞങ്ങളുടെ പാട്ട് അവൈലബിൾ ആണ്, അത് ഇഷ്ടപ്പെട്ടു, അത് പാടുന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമായിരിക്കും. പിന്നെ ആർക്കും ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ ഉള്ളിലൊക്കെ കുറേ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ കിടപ്പുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഫൈൻഡിങ് ദ ടൈം ആൻഡ് ദ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് ടു ഡൂ ഇറ്റ്. അത് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളോട് തന്നെ ചെയ്യുന്ന വലിയൊരു ഇൻജസ്റ്റിസ് ആയിരിക്കും. ബട്ട് ദെൻ എല്ലാവരും ഇത് കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഇത് ഷെയർ ചെയ്യുക. ആൻഡ് ദെൻ ഹാപ്പി ഓണം ടു ഓൾ. ഇതുപോലെ ഇനിയും കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബിപിൻ ഗോപിനാഥിനും അനൂപ് ബാലചന്ദ്രനും മോർണിംഗ് റിപ്പോർട്ടിൽ പങ്കെടുത്തതിന് ഒത്തിരി സന്തോഷം. കൂടാതെ എല്ലാവരും കാണുക നിറപുഞ്ചിരി എന്ന ആൽബത്തെ പ്രോത്സാഹിപ്പിക്കുക. റിലീസായ ദിവസങ്ങൾക്കകം തന്നെ യൂട്യൂബിൽ തരംഗമാവുകയാണ് ആദം ജോണിലെ ഗാനങ്ങൾ. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം ദീപക് ദേവാണ്. മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി നാളെ.